ഗൈസ് ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊരു വീട്ടിലോട്ട് പോവുകയാണ്, ഒരു അപ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ ഒരു ഹ്യൂമൻ ഹെഡ്, അതേപോലെ ലൈക്ക് 4 ക്യാൻസ്, വലിയ വലിയ ക്യാൻസ് ആസിഡ് ആയിട്ടുണ്ട്, ആസിഡ് ഫിൽഡ് ആയിട്ടുള്ള, നോക്കുമ്പോൾ അതിൽ ഫുൾ ഓഫ് ബോഡി പാർട്സ്. പിന്നെ ഹ്യൂമൻ ഡ്രോയർ തുറന്ന് നോക്കുമ്പോൾ ഫുൾ ഹ്യൂമൻ സ്കള്ള്, 80+ പോളറോയിഡ്സ് ഓഫ് ഡെഡ് ബോഡീസ്. ഈ ഒരു സീരിയൽ കില്ലറിന്റെ സ്റ്റോറിയാണ്. ജെഫ്രി ഡാമർ, മിൽവോക്കി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതൊരു സൈക്കോപാത്തിന്റെ സ്റ്റോറിയാണ് ഈ ജെഫ്രി ഡാമർ. മോസ്റ്റ് ഓഫ് യു ഗൈസ് നോ, ചിലപ്പോൾ അറിയുണ്ടാവും ചിലർക്കൊക്കെ ഈ ജെഫ്രി ഡാമറിന്റെ സ്റ്റോറി. ബട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ജെഫ്രി ഡാമർ. അപ്പോൾ ജെഫ്രി ഡാമറിന്റെ സ്റ്റോറി പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവൻ്റെ ഫസ്റ്റ് ബേസിക്സ് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ 17 ആൾക്കാരെ കൊന്നിട്ട് അവസാനം 18ാമത്തെ ആളെ കൊല്ലാൻ പോയപ്പോഴാണ് അവൻ രക്ഷപ്പെട്ട് ഈ കേസ് പൊക്കുന്നതും അവൻ അറസ്റ്റഡ് ആവുന്നതാണ്. അതിന് മുന്നേ 17 ആൾക്കാരെ ഇവൻ ഈസി ആയിട്ട് കൊന്നിട്ടുണ്ട് അവൻ്റെ സ്റ്റോറി. അപ്പോൾ ഈ കഥ തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ പറയാം, ഈ സ്റ്റോറി അത്യാവശ്യം നല്ല ഡിസ്റ്റർബിങ് ആണ്. നല്ല ബുദ്ധിമുട്ടുണ്ടാവും ചില ആൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ. സോ ഇഫ് യു ഗൈസ് ഡിസ്റ്റർബ് ആവും ഇങ്ങനത്തെ സ്റ്റോറീസ് കേൾക്കുകയാണെങ്കിൽ പ്ലീസ് ഡു സ്കിപ്പ് ദിസ് വീഡിയോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരിക്കലും ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഈ വീഡിയോ കാണാൻ. ജസ്റ്റ് റിയൽ ലൈഫ് സ്റ്റോറിയാണ്, അല്ലാണ്ട് വേറെ ഇൻഡെപ്ത് ആയിട്ട് ഞാൻ ഒന്നും കാണിക്കുന്നൊന്നുമില്ല. ബട്ട് ജസ്റ്റ് സ്റ്റോറി മാത്രമേ പറയുന്നുള്ളൂ, റിയൽ ലൈഫ് നടന്നൊരു സംഭവം. അപ്പോൾ 1960s ഇവന് ജനിക്കുന്നതും അവൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു കെമിസ്റ്റാണ്. ഓക്കെ, ഇവൻ്റെ അച്ഛൻ്റെ പേര് ലാനലും ഇവൻ്റെ അമ്മൻ്റെ പേര് ജോയ്സ് എന്നായിരുന്നു, ഡാമർ. അങ്ങനെ ഇവരെ ഫസ്റ്റ് മോനായിരുന്നു ജെഫ്രി എന്ന് പറയുന്നത്. ഇവന് വീട്ടിൽ പോയ ഡെയിലി കേൾക്കുന്നത് ഇവരെ ഒച്ചപ്പാടും ഇവർ ഫൈറ്റ് ചെയ്യുന്നതും മൊത്തത്തിൽ ഫുൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അമ്മനാണ് ചെറുപ്പത്തിൽ മുതലേ കാണുന്നത്. എങ്ങാനും അമ്മ ഒന്ന് സൗണ്ട് കുറക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് മിണ്ടാതിരിക്കുന്ന സൗണ്ട് എന്ന് വെച്ചാൽ നോയ്സി സൗണ്ട് കുറയുന്നത് അമ്മ എങ്ങാനും വലിയ ഡ്രഗ് ടോക്സിസിറ്റി കാരണം കൊണ്ട് കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ സൗണ്ട്. ഇവനൊന്ന് ശ്രദ്ധിക്കാൻ പോലും ഇവരുടെ ആൾക്കാർക്ക് ടൈമില്ല. അങ്ങനെ പോകുമ്പോഴാണ് ഇവൻ ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായി മാറി. ആൾക്കാരിലായിട്ട് സംസാരിക്കാനൊക്കെ എനിക്ക് പേടിയായി. കാരണം അവൻ്റെ ചെറുപ്പത്തിൽ 4-5 വയസ്സാകും തോറും ഇവനിങ്ങനെ ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവനക്ക് ചെറിയ അനിയനുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ അനിയന് മാത്രമായിരുന്നു, ഇവനക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവൻ്റെ മദർ ഇത് കൺസേൺഡ് അല്ല, അവൻ്റെ അച്ഛനും അല്ല. അങ്ങനെ ഇവനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല. അവനക്ക് ഒരു കാര്യത്തിനും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്ത് കാര്യം ചോദിക്കുകയാണെങ്കിലും ഇവൻ പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും എനിക്കൊരു താല്പര്യമില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇവനൊരു എലി ചത്തെടുക്കുന്ന കാണുന്നത്, റോട്ടിൽ എലി ചത്തെടുക്കുന്ന കാണുന്നത്. അപ്പോൾ ആ എലി ചത്തെടുക്കുന്ന കാണുമ്പോൾ അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ അതിലേക്ക് അച്ഛനൊരു കെമിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തു. ലൈക്ക് ഈ ഒരു എലീനെ നമുക്ക് ഈ ആസിഡിലൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ബോൺസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഫാസിനേറ്റഡ് ആയി. അപ്പം ആരും അത് വിചാരിക്കുന്നില്ല, ഈ ഒരു ചെറിയ അച്ഛൻ പഠിപ്പിച്ചെടുത്ത ടെക്നിക്കിലൂടെയാണ് ഈ 17 ആൾക്കാരെ അവൻ കൊന്നിട്ടുള്ളതെന്ന്. അപ്പം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ സംഭവം. അപ്പം അച്ഛൻ എനിക്ക് ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ ഇത് അവനക്ക് പഠിപ്പിച്ചു കൊടുക്കാം എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഇവൻ അച്ഛൻ അവൻ്റെ കെമിസ്ട്രി ലാബിലോട്ട് അവനെ കൊണ്ടുപോയി. അങ്ങനെ അവനക്ക് ഈ ചത്ത എലീനെ അത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ആസിഡിലൊക്കെ ഇട്ടിട്ട് ഈ ബോൺസ് സെപ്പറേറ്റ് ചെയ്ത് ഇതാണ് ബോൺ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അവനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അച്ഛനായിട്ട് കൂടുതലൊരു ബോണ്ട് വരാൻ തുടങ്ങി. അമ്മ തീരെ കൺസേൺഡ് അല്ല, അമ്മ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 17 കാലത്ത് അണ്ടർ ഏജ് ആൽക്കഹോളിക് ആവാൻ തുടങ്ങി. ഇവൻ്റെ ഫാദറിനാണെങ്കിലോ ഭയങ്കര വർക്ക് പ്രഷർ കാരണം കൊണ്ട്, വീട്ടിലത്തെ പ്രശ്നം കാരണം കൊണ്ട് കുറേ വിട്ടു നിൽക്കും. ഈ അമ്മൻ്റെ ഒപ്പം വിട്ടു നിൽക്കും മാക്സിമം. അങ്ങനെ ഇവനക്ക് വീണ്ടും ഒരു കെയർ കിട്ടുന്നില്ല, അച്ഛൻ്റെ കെയർ കിട്ടുന്നില്ല. അങ്ങനെയാണ് ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് അവനിങ്ങനെ ഒരു ആൽക്കഹോളിക്കായി മാറും. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇവനിങ്ങനെ ഒരു ഹിച്ച് ഹൈക്കർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോർമലായിട്ട് ആൾക്കാർ പോകുന്ന ആൾക്കാർ ജസ്റ്റ് കൈ കാണിച്ചിട്ട് അങ്ങനത്തെ ഒരു ലൈക്ക് പോകുന്ന ആൾക്കാരാണ് ഹിച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ കണ്ട് ഡെയിലി ഇങ്ങനെ ഓടുന്ന ഒരാളെ അവൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവന് ഒരു ദിവസം വീട്ടിലേക്ക് പോകുമ്പോണ്ട് അവൻ്റെ അമ്മ അവൻ്റെ അനിയനായിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അനിയനും കൂട്ടിയിട്ട് അമ്മ പോയി. അവൻ ഒറ്റക്കാക്കി ആ വലിയ വീട്ടിൽ ഒറ്റക്കാക്കി അനിയനായിട്ട് പോയി. അച്ഛന് അവൻ്റെ അവരെ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയൊക്കെ പോയി. കുറേ കാലങ്ങളായിട്ട് അവർ കോണ്ടാക്ട് ചെയ്യുക. അവനാണെങ്കിൽ ഒരു 17 വയസ്സായിട്ടുള്ള ഒരു ആൽക്കഹോളിക് വീട്ടിൽ ഒറ്റക്കാണ്.
അങ്ങനെയാണ് ഇവൻ ഫസ്റ്റ് കില്ല് നടക്കുന്നത്. സ്റ്റീവൻ ഹിക്സ് എന്നാണ് ആളെ പേര്. അയാളൊരു ഹിച്ച് ഹൈക്കറായിരുന്നു. അങ്ങനെ അവന് ഇതേപോലെ ഒരു ദിവസം എന്തായാലും വണ്ടി പോകുമ്പോൾ ഇവൻ എന്ത് ചെയ്തു, കയ്യാണിച്ച് പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഡ്രിങ്ക്സൊക്കെ അടിക്കാം ബാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയ ടൈമിലാണ് എന്ത് ചെയ്യുക, അവന്ന് കുറേ എക്സസൈസുകൾ, അവർക്കൊക്കെ ഭയങ്കര ഒരു ഫിറ്റ്നസ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ കുറേ എക്സസൈസുകളൊക്കെ ചെയ്ത് കുറേ ഡ്രിങ്ക്സൊക്കെ അടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് എനിക്കൊന്ന് പോകണം എന്ന് പറഞ്ഞ്. ഈ സ്റ്റീവൻ ഹിക്സ് എന്ന ആൾ എനിക്കൊന്ന് പോകണം, കുറച്ച് പ്രോഗ്രാംസിന്. അപ്പം പറഞ്ഞ എന്തിനാ എന്നെ വിട്ടു പോകുന്നത്. അവനക്ക് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അബാൻഡൻമെന്റാ, അവന് വിട്ടു പോകുന്ന ഒരു അവസ്ഥ വരാം. അങ്ങനെ അവൻ വിട്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, അവിടെ ജിമ്മ് വെക്കുന്ന ബെഞ്ച് പ്രസിന്റെ ബാർബൽ എടുത്തിട്ട് അവന്റെ തലക്കടിച്ച്. ആ സ്പോട്ടില് എന്ത് ചെയ്ത് അവൻ വീണപ്പോ അവൻ ആകെ ടെൻഷനായി. അപ്പൊ സംഭവം എനിക്ക് മെയിൻ എന്താ, ഇന്നെ വിട്ടു പോവരുത് എന്നുള്ളൊരു മൈൻഡ് അവനക്കുള്ളത്. അങ്ങനെ അവൻ അടിച്ചു കൊന്നിട്ട് അവൻ എന്ത് ചെയ്ത്, അവൻ മരിച്ചില്ല എന്നൊരു രീതിയിലേക്ക് എത്തി. കുറച്ച് ജീവൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത്, കൈ ഇറക്കിയിട്ട് അയാളെ കംപ്ലീറ്റ് ആക്കി, ഫുള്ളായിട്ട് കവർ ചെയ്ത് അയാളെ കംപ്ലീറ്റ് ആക്കി. അപ്പോഴാണ് പിന്നീട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് അവൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്ന സെയിം ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവൻ്റെ ബോഡി പീസാക്കി എന്നിട്ട് ഇതേപോലെ ആസിഡിലിട്ടിട്ട് അവനെ കുഴിച്ചു മൂടി. ഒരാളും സംശയം ഒന്നും തോന്നിച്ചില്ല. കാരണം പോലീസുകാരൊന്നും സംശയം, കാരണം ജസ്റ്റ് മിസ്സിംഗ് പേഴ്സൺ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ന്യൂസിൽ. കുറെ കാലങ്ങളായിട്ട് ആർക്കും ഒരു സസ്പെൻസ്, കാരണം വേറെ ഹിച്ച് ഹൈക്കറും കൂടിയാണ്. അങ്ങനെ അപ്പൊ ആ ഒരു ഇൻസിഡന്റ് നടന്ന ഫസ്റ്റ് കില്ലാണ് അവന്റെ, സ്റ്റീവൻ ഹിക്സ്. അതിന്റെ ശേഷം പിന്നെ ഒരു 9 വർഷത്തോളായിട്ട് പിന്നെ ഒരു സീരിയൽ കില്ലിംഗ് നടന്നിട്ടില്ല. ഫസ്റ്റ് അത് തന്നെ ഉള്ളൂ, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതല്ല, അവന്റെ അതിന് ശേഷം അവന്റെ ഗ്രാൻഡ് പാരന്റ്സ് എല്ലാവരും കൂടി അവൻ ആർമിയിലോട്ട് വിട്ടു. ആർമിയിൽ അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് ഒരു ആൾക്കാരായിട്ട് ഒരു സൊസൈറ്റിനായിട്ട് ഇന്ററാക്ഷൻ, അതേപോലെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിക്കോട്ടെ ആർമിയിൽ വിട്ടു. ആർമിയിൽ അധികം കാലം നിൽക്കാൻ പറ്റിയില്ല അവനക്ക്, ഈ ആൽക്കഹോളിക് അഡിക്ഷൻ കാരണം കൊണ്ട് ആർമിയിൽ നിന്ന് അവനെ പുറത്താക്കി. ആർമിനെ പുറത്താക്കിയിട്ടാണ് പിന്നെ അവനെ എവിടേക്ക് പോകുന്നത്, അവന്റെ ഗ്രാൻഡ് മദേഴ്സിന്റെ വീട്ടിൽ, അവന്റെ റിയൽ ഹോം എന്ന് വെച്ചാൽ മിൽവോക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്നത്. അവിടെ അവന്റെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ട്. അവനൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഇവനക്ക് എന്തെങ്കിലും ജോലി വേണം, അത്യാവശ്യം പ്രായം 20-21 വയസ്സായി, ജോലി വേണം. അങ്ങനെയാണ് ഇവനക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ബുച്ചർ ഷോപ്പിലോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചി വെട്ടുന്ന സ്ഥലം. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. കാരണം എന്താ, അത് ഇറച്ചിയാണ്, മുറിക്കുന്നതാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെയാണ് ഇവൻ അതിലോട്ട് അവിടെ ഇൻട്രസ്റ്റഡ് ആയി തുടങ്ങി. അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് അവന്റെ നെക്സ്റ്റ് കില്ലിലോട്ട് ഒരു കില്ലിംഗ് സ്പ്രീനെ തുടങ്ങാൻ പോകുന്നത്. അതായത് ഒരു 10 വർഷമായപ്പോ അല്ലെ, 10 വർഷത്തിന് ശേഷമാണ് പിന്നെ അവൻ ഗ്യാപ്പ് വന്നിട്ടാണ് പിന്നെ അവന്റെ കില്ലിംഗ് സ്പ്രീയിലോട്ട് പോകുന്നത്. അവൻ 17 ആൾക്കാരെ കൊല്ലുന്നത്. അതിന്റെ ജസ്റ്റ് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഈ 17 ആൾക്കാരിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് ഒന്ന് പറയുന്നത് ബ്ലാക്ക് ആൾക്കാരെ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. രണ്ടാമത്തേന്ന് പറയുകയാണെങ്കിൽ അവന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയാൻ, അവന്റെ ഇന്റർവ്യൂസിൽ അവൻ പറയുന്നുണ്ട്, ഭയങ്കര കാമായിട്ട് അവൻ പറയുന്നത് ഇന്റർവ്യൂസിൽ, എനിക്ക് ഇന്നെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടി കൂടെ എപ്പോഴും വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടാണ് ഞാൻ അവരെ അവന്റെ മെയിൻ ഒരു വേ ഓഫ് കില്ലിംഗ് എന്ന് പറയുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, വിളിച്ചു വരുത്തുമ്പോട്ട് പിന്നെ എന്തെങ്കിലും ഡ്രഗ്സ് കൊടുത്തിട്ട് അവരെ മയക്കും, എന്നിട്ട് പിന്നെ അവന് കൊന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അവന്റെ ഒരു എക്സ്പെരിമെന്റ്സ് അവൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവൻ കൊന്നതിന് ശേഷം അവൻ സ്കള്ളിൽ കുറെ ഡ്രില്ല് ചെയ്ത് ഓട്ടാക്കും. സോംബി ലൈക്ക് രീതിയിൽ ആ ആൾക്കാരെ ആക്കുന്നൊക്കെ അവന്റെ എത്രയും സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു 17 ആൾക്കാരെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലാക്ക് ആൾക്കാരെ ഇങ്ങനെ മിസ്സിങ് ആയി തുടങ്ങി. കുറെ ആൾക്കാർ ഇങ്ങനെ മിസ്സിങ്, ആർക്കും ഒരു സസ്പെക്ട് വരുന്നില്ല, ഇവനൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അപ്പോൾ എല്ലാവർക്കും മെയിൻ വരുന്നൊരു ചോദ്യമായിരിക്കും, അപ്പൊ ഈ 17 ആൾക്കാരെ കൊന്നിട്ടും അതെന്താ ആൾക്കാര് കണ്ടെത്താഞ്ഞത് എന്നുള്ളത്. അപ്പൊ അതിന്റെ മെയിൻ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ, ആ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബ്ലാക്ക് വുമൺ ഉണ്ടായിരുന്നു. ആ വുമണിന് അവരെ വെന്റിൽ നിന്ന് ഇങ്ങനെ സ്മെല്ല് കേൾക്കുന്നുണ്ട്, ഒരു വൃത്തികെട്ട ഒരു ഹ്യൂമൻ മീറ്റിന്റെ സ്മെല്ല് തന്നെ നമുക്ക് ഏകദേശം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സ്മെല്ല് കേൾക്കുന്നുണ്ട്. പോലീസുകാരൊക്കെ വിളിച്ചപ്പോഴും ഓരോക്കെ പറഞ്ഞത് ജസ്റ്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും മീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പോർക്കായിരിക്കും, വെറുതെ നിങ്ങൾ വിളിച്ച് ശല്യപ്പെടുത്തല്ല എന്ന് വീണ്ടും വിളിച്ചോണ്ടിരിക്കുകയാണ്, ഈ സ്ത്രീ വിളിച്ചോണ്ടിരിക്കുക. ബട്ട് ഇവര് കൺസിഡർ ചെയ്യില്ല. കാരണം ഒന്നാമത്തെ അതിന്റെ ഒരു സ്റ്റോറിയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ആ പെണ്ണൊരു ബ്ലാക്ക് ആയതുകൊണ്ട് റേസിസം ഉള്ള കാരണം കൊണ്ടാണ് ആ ഏരിയയിലൊക്കെ നല്ല റേസിസം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ പെണ്ണിനെ കൺസിഡർ ചെയ്യാഞ്ഞെന്നൊക്കെ. പെണ്ണ് കുറെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് സ്മെല്ല് കാണുന്നുണ്ട്. അവനോടും ചോദിച്ചു, അവൻ പറഞ്ഞ് ജസ്റ്റ് ഒരു എന്താ പറയാ പോർക്കിന്റെ വേസ്റ്റ് ആയി പോയതാണ്, അതുകൊണ്ട് സ്മെല്ലാന്നൊക്കെയാണ് അവൻ പറയുന്നത്, ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നത്.
അങ്ങനെ ഇത് നിൽക്കുന്നില്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 10 ആളായി, 15 ആളായി, 17 ആളായി. ഇവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഡ്രഗ് അഡിക്ഷൻ കൊടുക്കും, അവൻ ബെഡിലേക്ക് കിടത്തും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും, ഫുൾ ആ ബോഡീനെ എന്താ പറയാ കില്ല് ചെയ്ത് അവരെ ബോൺസ് എടുത്ത്, അതുപോലെ ചില ഈ അവൻ തന്നെ പറയുന്നത് ചില ഓർഗൻസ് വരെ അവൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, കുക്ക് ചെയ്ത്. അതെ. ഈ ബോൺസ് ഇപ്പോ ബാക്കിയൊന്നും എന്താ ചെയ്യാ, കുഴിച്ചിടോ? ഇല്ല, ബോൺസിന്റെ ബാക്കിയൊക്കെ അവൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവന്റെ വീട്ടിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോൺസും ഈ സ്കള്ളും അതേപോലെ തന്നെ ഈ കാണുന്ന ഈ ഓർഗൻസ് ഒക്കെ ഈ ഫ്രിഡ്ജിൽ അവൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ എടുത്ത് കഴിക്കുക. അങ്ങനത്തെ ഒരു എന്താ പറയാ ഇത്രയും ഡീപ്പായി വരുന്ന ഒരു സൈക്കോപാത്തിന്റെ സ്റ്റോറി ഞാൻ ആദ്യമായിട്ട്. പിന്നെ എങ്ങനെയാണ് അതിനെ പറ്റി പുറം ലോകം അറിഞ്ഞത് എങ്ങനെ പോ? അതാണ്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ 18ാമത്തെ ഒരാൾ ഇവൻ എന്ത് ചെയ്തു, ബാറിൽ ഇങ്ങനെ കണ്ടു. അവൻ പറഞ്ഞു നമുക്ക് റൂം പോവാം, നമുക്ക് അവിടുന്ന് ബിയറൊക്കെ അടിക്കാന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി. അവൻ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു, അവൻ ഇങ്ങനെ വാതിലടച്ചിട്ട് അപ്പോൾ പറഞ്ഞ് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, അതിൻ്റെ കുറച്ച് പോളറൈഡ്സ് ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞ്. അപ്പോൾ ഓക്കെ, ആ വാതിൽ കുറ്റിയിട്ടപ്പോൾ തന്നെ അവനക്ക് ചെറുതായിട്ട് സസ് അടിക്കാൻ തുടങ്ങി. എന്താണ് ഇപ്പോൾ വാതിൽ കുറ്റിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സസ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ കുറേ ഇങ്ങനെ നിന്ന് കൊടുത്തു, ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡ്രിങ്ക്സ് അടിക്കാൻ പോകുമ്പോഴാണ് അവനക്ക് എന്തോ സസ് അടിക്കാൻ തുടങ്ങി. അവൻ എന്തോ ഒരു പൗഡർ ഇടുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അവൻ കുടിച്ചില്ല, വെള്ളം കുടിക്കാണ്ട് നൈസിട്ട് ആ വെള്ളം കളഞ്ഞിട്ടും അവിടെ വെച്ച് കുടിച്ച പോലെ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവനെ എന്ത് ചെയ്യുന്നത്, ഇവൻ വിചാരിച്ചിട്ട് ഇവൻ കുടിച്ചിട്ട് ഇവൻ മയങ്ങിക്കൊണ്ടിരിക്കാൻ വിചാരിച്ചിട്ട് ഇവനെ അറ്റംപ്റ്റ് ചെയ്യാൻ, കൊല്ലാനുള്ള അറ്റംപ്ഷൻ തുടങ്ങി. ആക്സിഡന്റ് ചെയ്ത് തലക്കടിച്ച് കൊല്ലാനുള്ള പ്ലാൻ തുടങ്ങി. അങ്ങനെ കണ്ടപ്പോഴാണ് ഇവൻ അവിടെ ഒരു എന്താ പറയുക സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഇൻസിഡന്റ് എന്ന് വെച്ചാൽ അവർ തമ്മിൽ അടിയായി. എങ്ങനെയും രക്ഷപ്പെടണം, ജീവൻ കൊണ്ട് രക്ഷപ്പെടണം എന്നുള്ള വെച്ചാൽ അവൻ എന്ത് ചെയ്തു, ഒരു മാറ്റിൽ ചോര പോലെ ഒരു സംഭവം, അതേപോലെ ഈ മീറ്റിന്റെ സ്മെല്ല് കണ്ടപ്പോഴാണ് അവനക്ക് സസ്പീഷ്യസ് ആയി തുടങ്ങിയത്. എന്തോ ഒരു വൃത്തികെട്ട സംഭവം ഉണ്ട് ഇവിടെ, എന്താ സസ്പീഷ്യസ്. അങ്ങനെയാണ് ഇവനെ ഈ ജെഫ്രി ഡാമറിന്റെ തലക്കടിച്ചിട്ട് അവൻ തിരിച്ചു ഓടുന്നത്, പുറത്തോട്ട് ഓടി. എങ്ങനെ ജീവൻ കൊണ്ടും അവൻ ഓടി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവൻ കരഞ്ഞ് പറഞ്ഞ് ഞാൻ മരിക്കേണ്ട ഒരാളായിരുന്നു. അങ്ങനെയാണ് പോലീസുകാര് എന്ത് ചെയ്ത്, എല്ലാ പോലീസുകാരും കൂടിയും അവന്റെ അപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഫ്രിഡ്ജ് നോക്കുമ്പോൾ ഒരു ഹ്യൂമൻ ഹെഡ്, അതുപോലെ 4-5 ക്യാൻസ് ഓഫ് ആസിഡില് ഓരോ ബോഡീസ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് അത് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രോയറിലെ സ്കൾസ്, ഒരാൾക്കാരെ സ്കള് 80+ ഡെഡ് ബോഡീസിന്റെ 80+ പോളറോയിഡ്സിന്റെ ഫോട്ടോസും എടുത്ത് വെച്ചേ. അങ്ങനെ അവന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, അവൻ ഒന്നും പറഞ്ഞില്ല. അവൻ കാമായിട്ട് കൺഫസ് ചെയ്ത് പോലീസിനൊപ്പം പോയി, ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോഴാണ് അപ്പുറത്തുള്ള പെണ്ണ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു അവസ്ഥ വരുന്നത്. കാരണം ആ പെണ്ണ് അത്രയും വാൺ ചെയ്തു, അത്രയും വിളിച്ചു പറഞ്ഞു. അപ്പുറത്തുള്ള സ്ത്രീ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമുണ്ട്, സ്മെല്ലടിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഒരാളും അത് കേട്ടില്ല. കാരണം എന്താ, അവര് ആ ബ്ലാക്ക് വുമൺ ആയതുകൊണ്ട്, റേസിസം ഉള്ളത് കൊണ്ടും. അപ്പൊ അതുകൊണ്ട് അത്രയും ആൾക്കാർ അന്നിപ്പോ ആ പെണ്ണ് പറഞ്ഞത് കേട്ട് എത്ര ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ്. അവന്റെ കേസിൽ 15 വയസ്സുള്ള ഒരു കുട്ടീനെ പോലും അവൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവൻ ഇവിടെ എത്തി, അറസ്റ്റ് ചെയ്ത് എല്ലാം കാമായിട്ട് അവനോട് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി, എന്താണ് കേസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അവൻ പറഞ്ഞ ഇത്ര സിമ്പിളായിട്ടാണ് പറയുന്നത്. അവൻ്റെ ഇന്റർവ്യൂസിലുണ്ട് സിമ്പിളായിട്ട് അവൻ പറയുന്നത്, എനിക്കൊന്നുമില്ല, എനിക്കെൻ്റെ അവരെൻ്റെ കൂടെ എപ്പോഴും വേണം, എന്നെ വിട്ടു പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ കൊല്ലുന്നത്. ഒരിക്കലും കൊല്ലുന്ന ഒരു ഇന്റൻഷൻ ഇല്ല അവനക്ക് എപ്പോഴും എൻ്റെ കൂടെ വേണം. അതേപോലെ അങ്ങനത്തെ ഒരു ഇന്റൻഷനോടാണ് അവൻ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ജയിലിലെത്തി. അറൗണ്ട് 1990s എന്ത് ചെയ്യുന്നത്, അവനെ ഒരു ഇത്രയും ബ്ലാക്ക് ആൾക്കാരെ കൊന്നതിലെ ഒരു റിലേറ്റീവ്സ് ആരോ ആ ഇതിലുണ്ടായിരുന്നു, ആ പ്രിസണിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവൻ ജയിലിലായിരുന്നു കുറെ കാലം. അങ്ങനെ പ്രിസണിൽ വെച്ചിട്ട് ഒരാള് അവനെ ഡമ്പലെടുത്തിട്ട് തലക്കടിച്ച് കൊന്നു. അങ്ങനെയാണ് അവൻ മരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ കുറെ ഇന്റർവ്യൂസ് അവനെ കുറിച്ച് ഉണ്ട്, ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അത്രയും കൂളായിട്ട് അവൻ പറഞ്ഞു. അവൻ ഒരിക്കലും അവന്റെ പാരന്റ്സിനെ ബ്ലെയിം ചെയ്യുന്നില്ല. അവൻ പറഞ്ഞത് എന്റെ പാരന്റ്സ് നല്ല പാരന്റ്സ് ആയിരുന്നു, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ലൈക്ക് റിയൽ ലൈഫ് ഇൻസിഡന്റ് കേട്ടിട്ട് എനിക്ക് ഒറ്റ ചോദ്യങ്ങളോടുള്ളൂ, ലൈക്ക് അവൻ ജന്മന ഇങ്ങനെ ആയിപ്പോയതാണോ, ഇത്രയും വലിയൊരു സൈക്കോപാത്ത് ആയതാണോ, അത് അല്ലെങ്കിൽ അവന് എന്താ പറയാ ഈ വീട്ടിലുള്ള നെഗ്ലക്റ്റ് കാരണം കൊണ്ടും ഈ ബാക്കിയുള്ള ഒരു ഹ്യൂമിലേഷൻ കാരണം കൊണ്ടും ആരും ശ്രദ്ധിക്കാനില്ലാത്തത് കൊണ്ടും ആയിപ്പോയതാണോ എന്നുള്ളതാണ് ഒരു മെയിൻ സംശയം എന്നുള്ളത്. കുറെ സൈക്കോളജിസ്റ്റും കുറെ ആൾക്കാർ അവനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ റേസിസം കാരണം കൊണ്ടാണ് ഇത്ര ആൾക്കാരവിടെ മരണപ്പെട്ടത്. ആ സ്ത്രീ പറയുന്നത് ആരെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഇത്ര ആൾക്കാർ ജീവനെ അവിടെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളത്.
അപ്പോൾ അതാണ് ജെഫ്രി ഡാമർ. എൻഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ലാസ്റ്റ് കൊല്ലപ്പെട്ടു. എൻഡ് ഓഫ് ദ സ്റ്റോറി അവൻ ലാസ്റ്റ് കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പൊ അവരെ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്, അവന്റെ ഡോക്യുമെന്ററി, അവന്റെ സ്റ്റോറിയൊക്കെ. സീരീസ് അല്ലേ? അതേപോലെ സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഇൻ ഡെപ്ത് ആയിട്ട് ആൾക്കാർ കാണിക്കുന്നുണ്ട് എത്രത്തോളം ബ്രൂട്ടൽ ആയിട്ടാണ് ഈ സൈക്കോപാത്ത് സ്റ്റോറി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതാണ് ഇന്നത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഓരോ റിയൽ ലൈഫ് ഇൻസിഡൻസും സ്റ്റോറീസും ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ് ആൻഡ് പ്ലീസ് കമന്റ് ഡൗൺ വാട്ട് യു ഗൈസ് തിങ്ക്. എന്തെങ്കിലും നമുക്ക് ചോദിക്കാം. അതുപോലെ ഇപ്പൊ ഈ സ്റ്റോറി കേട്ടിട്ട് ലൈക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ലൈക്ക് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആയത്, അതിന്റെ ഒരു അഭിപ്രായം പ്ലീസ് കമന്റ് ഡൗൺ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ലൈക്ക് അവന്റെ പാരന്റ്സിന്റെ ഒരു ബ്രൂട്ടൽ. ചില ആൾക്കാർ പറയുന്നത് അവനെ കൊന്നതില്, ചില ആൾക്കാർ പറഞ്ഞത് അവനക്ക് അതന്നെ വേണം, അവൻ അത്രയും സൈക്കോപാത്താണ്, വില്ലനാണ്, അങ്ങനെ തന്നെ വേണം. ചില ആൾക്കാർ പറഞ്ഞത് അവനക്ക് ഡെത്ത് അല്ല വേണ്ടിയിരുന്നത്, എന്താ പറയാ സൈക്കോളജിക്കൽ മെന്റൽ ഹെൽത്ത് സപ്പോർട്ടാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അവൻ അത്രയും അവരുടെ സ്റ്റോറി കേട്ടപ്പോൾ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നി. കാരണം ചെറുപ്പത്തിൽ മുതൽ അവൻ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണല്ലോ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവൻക്ക് ഹെൽപ്പാണ് വേണ്ടിയിരുന്നത്. അപ്പൊ ഏതാണ് നിങ്ങളൊരു സപ്പോർട്ട്? അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. കൂടുതൽ ഇങ്ങനത്തെ സ്റ്റോറീസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്. താങ്ക് യു.